ആ നോക്കാം. ബാലു കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് സാർ. എക്സാമ്പിൾ 4. എക്സാമ്പിൾ ചോദ്യം വായിച്ചേ. യൂസിങ് ബൈനോമിയൽ തിയറം ആരെയാണ് ഉപയോഗിക്കേണ്ടത്? പ്രൂവ് ദാറ്റ് 6n മൈനസ് 5n ഓൾവേസ് ലീവ്സ് റിമൈൻഡർ 1 when divided by 25 എന്ന് പറഞ്ഞാൽ 6n മൈനസ് 5n ഇതിനെ നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ എല്ലായ്പ്പോഴും എത്ര കിട്ടുന്നു എന്ന് തെളിയിക്കണം. എന്ന് ആരുടെ സഹായത്തോടെ തെളിയിക്കണം? ബൈനോമിയൽ തിയറത്തിന്റെ സഹായത്തോടെ തെളിയിക്കണം. അപ്പൊ അതിനവിടെ ഒരു ജനറൽ ഐഡിയ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എ എന്ന് പറയുന്ന ഒരു നമ്പരിനെ ബി എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എ എന്ന് പറയുന്ന ഒരു നമ്പരിനെ ബി എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോ നിങ്ങൾക്ക് Q എന്ന് പറയുന്ന നമ്പർ കോഷ്യന്റ് ആയിട്ടും R എന്ന് പറയുന്ന നമ്പർ റിമൈൻഡർ ആയിട്ടും കിട്ടുന്നു എന്ന് വിചാരിക്കുക. അങ്ങനാണെങ്കിൽ പണ്ട് 4-5 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് A ഈസ് ഈക്വൽ ടു B ഇൻറ്റു Q പ്ലസ് R എന്നെഴുതാമോ? ഒരു നമ്പർ വെച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം. 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പറഞ്ഞാട്ടെ. 2 3s are 6 remainder. So 7 can be written as 2 into 3 plus 1. That first paragraph on the right. For two numbers A and B, if we can find numbers Q and R such that A equal BQ plus R, then we say that B divides A with Q as quotient and R as remainder. ആ ഐഡിയ അല്ലേ ഞാനിപ്പോ പറഞ്ഞത്? അതൊന്ന് ബുക്കിലോട്ട് എഴുതിയാട്ടെ. ബാലുവിന് ഞാൻ ആ നോട്ട് ഇപ്പൊ ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടേ. ഓക്കെ സാർ. ഒറ്റ സെക്കൻഡ്. കണ്ടോ? അതിലെ ഫസ്റ്റ് പാരഗ്രാഫ് ആൻസർ എന്ന് തുടങ്ങുന്ന ഫസ്റ്റ് പാരഗ്രാഫ് കണ്ടോ? കണ്ടു സാർ. ഓക്കെ, അത് എഴുതിക്കോ. ഫസ്റ്റ് പാരഗ്രാഫ് എഴുതിക്കോ. ഓക്കെ സാർ. The initiative helps in women safety and public convenience. Women safety. അതിലെ Public convenience. CONVENIENCE. Public convenience. CONVENIENCE. Public convenience. ആ ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം എഴുതിയാൽ മതി. ആ ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതി വെക്കരുത്. The lesson shows. ഫസ്റ്റ് പാരഗ്രാഫ് എഴുതിയോ? എഴുതി. ഈ ഐഡിയ വെച്ച് 6n മൈനസ് 5n 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴൊക്കെ റിമൈൻഡർ 1 കിട്ടും എന്ന് തെളിയിക്കാൻ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഒരു ഐഡിയ ഞാൻ പറഞ്ഞു. ഈ ഐഡിയ വെച്ചിട്ട് 6n മൈനസ് 5n 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ 1 കിട്ടുന്നു എന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് തെളിയിക്കും? എന്റെ ഐഡിയയുടെ കുഴപ്പമുണ്ട്. ഇതിനെ
ഈ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ നിങ്ങൾക്കൊരു കോഷ്യന്റ് കിട്ടുമല്ലോ. സപ്പോസ് ആ കോഷ്യന്റ് എന്താണെന്ന് വിചാരിക്കുക, കെ ആണെന്നും റിമൈൻഡർ അവർ പറഞ്ഞിട്ടുണ്ട് 1 ആണ്. അപ്പൊ ഈ ഐഡിയ വെച്ച് ഇതിനെ എങ്ങനെ എഴുതും? 6n മൈനസ് 5n ഈക്വൽ 25k പ്ലസ് 1 എന്ന് പ്രൂവ് ചെയ്താ പോരെ. അടുത്ത സെന്റൻസ് വായിച്ചാട്ടെ. Thus, in order to show that 6n minus 5n leaves remainder 1 when divided by 25, we prove that 6n minus 5n is equal to 25k plus 1, k is some natural number. ഇതേട്ടാ പാരഗ്രാഫ്. ബാലു ഇപ്പൊ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. ഓക്കെ. അശ്വിനി ശ്രീമാൻ എന്താ ഡൗട്ട് ഉണ്ട്? ചോദിച്ചാട്ടെ. ഇല്ല. പിന്നെ ഞാനിവിടെ ഇപ്പൊ ഉണ്ട്. അതിനാണ് ഇങ്ങനെ കഥ പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചാൽ ഈ 2 കാര്യങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? എഴുതണം. ഇനി സപ്പോസ് ഒന്നാമത്തെ പാരഗ്രാഫ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഈ സെക്കൻഡ് പാരഗ്രാഫ് എന്ത് ചെയ്യണം? എഴുതണം. ഇനി ആരും ഉപയോഗിക്കണം? ബൈനോമിയൽ തിയറം. ഇത്ര എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യാൻ പോകും. ഇത്രയും വരെ ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? ഇത്രയും വരെ ആരെങ്കിലും എഴുതാനുണ്ടോ? ഇത്രയും വരെ ആരെങ്കിലും എഴുതാനുണ്ടോ? ഓക്കെ. അല്ല, ഇതിനകത്തിൽ ഇനി എങ്ങനെ ബൈനോമിയൽ തിയറം ഒക്കെ കൊണ്ടുവരും? അതാണ് ഇതിനകത്തിനൊക്കെ എങ്ങനെ ഇനി ബൈനോമിയൽ തിയറം കൊണ്ടുവരും? യൂസിങ് ബൈനോമിയൽ തിയറം എന്നല്ല പറഞ്ഞേക്കുന്നേ. അപ്പൊ ഇതിനകത്തിൽ ബൈനോമിയൽ തിയറം എങ്ങനെ കൊണ്ടുവരും? നിലവിലുള്ള ടേമുകൾ നോക്കിയാൽ ഇതിൽ ആരിലാണ് ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? റേസ് ടു വന്നതിലല്ലേ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. റേസ് ടു ഉള്ളത് ആർക്കാ? അപ്പൊ എഴുതുക 6n ഈക്വൽ 1 പ്ലസ് 5 the whole raised to n. ശരിയാണോ? അപ്പൊ മീനാക്ഷി 1 അധികം 5 ആണ് 6 raised to n. ഇവിടെ ഇനി എന്ത് അപ്ലൈ ചെയ്യാം? ബൈനോമിയൽ തിയറം. എന്റെ കൂടെ സ്റ്റെപ്പ് പറഞ്ഞെഴുതാട്ടെ. NC0 1 raised to n plus NC1 1 raised to n minus 1 5 plus NC2 1 raised to n minus 2 5 square plus ഒരു ടൈം കൂടെ പറഞ്ഞേ. പ്ലസ് അടുത്ത ടൈം എന്താണ്? NC3 1 raised to n minus 3 5 raised to 3 plus etc plus last term NCN 5 raised to ഇത് എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ 6 raised to n ഈക്വൽ NC0 എത്രയാണ്? 1. NC1 n 1 raised to n minus 1 1 raised to n minus 1 1 5 plus അത് വില കണ്ടുപിടിക്കണ്ട, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി.
NC2 NC2 1 raised to n minus 2 1 പിന്നുള്ള ആരാ 5 raised to 2 അത് 25 എന്ന് എഴുതണ്ട 5 raised to 2 എന്ന് എഴുതിയാൽ മതി ആണോ അടുത്തത് NC3 NC3 1 raised to n minus 3 1 raised to n minus 3 1 തന്നെ 5 cube plus etc plus NCN 5 raised to ഓക്കെ ഒരു സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ഈ n into 5 എത്ര ഞാൻ ആ ടേം ഒന്ന് ലെഫ്റ്റിലോട്ട് എടുക്കുകയാണ് അതെന്തിനാണെന്ന് ആർക്കെങ്കിലും പറയാമോ അതാണ്ട് ബോർഡിന്റെ ഏറ്റവും മുകളിൽ കിടപ്പുണ്ട് 6 raised to n minus 5n ഈസ് അല്ലയോ അതിനെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റും 1 റിമൈൻഡറുമായിട്ട് കിട്ടുന്നു എന്ന് തെളിയിക്കണമെന്നാണ് സെക്കൻഡ് പാരഗ്രാഫ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ എഴുതിയാട്ടെ 6 raised to n ഇത് ലെഫ്റ്റിൽ വരുമ്പോ മൈനസ് 5n ഈക്വൽ 1 പ്ലസ് ഒരു സെക്കൻഡ് ഒന്ന് ശ്രദ്ധിക്കാം. ഈ ടൈം എടുത്തു കഴിഞ്ഞു, ഇത് ഓൾറെഡി അപ്പുറത്ത് പോയി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ടേമും നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഫാത്തിമ ഇവിടാണ് കൺസിഡറേഷൻ. 5 സ്ക്വയർ 5 ക്യൂബ് അടുത്ത ആള് 5 raised to 4 എക്സെട്രാ 5 raised to n. ഇതിൽ ഏറ്റവും ചെറുതാരാ 5 സ്ക്വയർ. അയാളെ ഇങ്ങ് കോമൺ ഫാക്ടർ എടുക്കാൻ പറ്റുമോ? അപ്പൊ എഴുതുക 5 സ്ക്വയർ ഇൻറ്റു NC2 പ്ലസ് NC2 പ്ലസ് NC3 5. കാരണം 5 ക്യൂബിൽ നിന്ന് 5 സ്ക്വയറേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി ബാക്കി ആരുണ്ട് അവിടെ? ആരുണ്ട്? 5 പ്ലസ് എക്സെട്രാ പ്ലസ് NCN 5 raised to n-നകത്തിൽ നിന്ന് 5 സ്ക്വയർ നമ്മളിങ്ങെടുത്തു. പിന്നെ ബാക്കി 5 raised to n minus 2. സംശയം ഉണ്ടെങ്കിൽ 5 സ്ക്വയറും 5 raised to n minus 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം എന്തോ കിട്ടും? 5 raised to n കിട്ടും. അപ്പൊ 6 raised to n minus 5n ഈക്വൽ 1 പ്ലസ് ഈ 5 സ്ക്വയർ എത്ര? 25. 5 സ്ക്വയർ എത്ര ആണ്? ഇതിനകത്ത് കിടക്കുന്ന ആളുകളെ സിംപ്ലിഫൈ ചെയ്താൽ ഉത്തരം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ലേ? ഇല്ലേ? എന്നൊരു കോൺസ്റ്റന്റാ. അപ്പൊ NC2 കോൺസ്റ്റന്റ് ആയിരിക്കും, NC3 കോൺസ്റ്റന്റ് ആയിരിക്കും, അതിനെ 5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി അങ്ങോട്ടുള്ളതെല്ലാം എന്താണ് ഉത്തരം? കോൺസ്റ്റന്റ്. അപ്പൊ ഈ ബ്രാക്കറ്റിന് പകരം എനിക്ക് എന്തോ എഴുതി വെക്കാം? K. എഴുതിയോ? എന്നിട്ട് അവിടെ എഴുതി വെക്കണം വേർ K ഈക്വൽ വേർ K ഈക്വൽ യോ അങ്ങനല്ല, വേർ K ഈക്വൽ NC2 പ്ലസ് NC3 into 5 plus etc plus NCN 5 raised to. നമ്മുടെ ആൻസർ ആയോ നിങ്ങൾ നോക്കിക്ക്. 6 raised to n minus 5n ഈക്വൽ ഓർഡർ ഒന്ന് തിരിഞ്ഞു കിടക്കുന്നേ ഉള്ളൂ. 25k പ്ലസ് 1 എന്ന് കിട്ടിയില്ലേ? അപ്പൊ ഇതിന്റെ അർത്ഥം 6 raised to n minus 5 raised to n-നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എല്ലായ്പ്പോഴും റിമൈൻഡർ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. കൺക്ലൂഷൻ എഴുതുക. ദിസ് ഷോസ് ദാറ്റ് അവിടെ കിടപ്പുണ്ട്. ദിസ് ഷോസ് ദാറ്റ് വെൻ അവിടെ ചെറിയ തിരുത്ത് എഴുതണം. 6 raised to n minus 5n അറിയോ is divided by 25
ഡിവൈഡഡ് ബൈ 25 എഴുതിയോ കോമ ഓൾവേസ് ലീവ്സ് LEAVES ലീവ്സ് റിമൈൻഡർ 1 ലീവ്സ് റിമൈൻഡർ 1 ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക, മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ബാലുവിന് കണക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ.